പ്രതിപക്ഷ നേതാവ് ഡീൽ ആരോപണം ആദ്യം ഉയർത്തിയത് പാലക്കാടാണ്. പിന്നീട് 10 മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഡീൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. കോന്നിയിലും അദ്ദേഹം ഡീൽ ഉണ്ടെന്ന് ആരോപിച്ചു. പക്ഷേ ഈ CPM BJP ഡീൽ കോന്നിയിലുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അവിടുത്തെ UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിൽ ഏറ്റെടുത്തിട്ടില്ല. കോന്നിയിൽ ഡീൽ ഉണ്ടോ എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡീൽ ഉണ്ടോ എന്ന് BJP നേതാക്കളോട് ചോദിക്കണം. ഒരു സ്ഥാനാർത്ഥിയെ പറ്റിയും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സതീഷ് കൊച്ചുപറമ്പിലിന്റെ പ്രതികരണം. ഞാനൊരു സ്ഥാനാർത്ഥിയെ പറ്റി അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കും. എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഡീലുണ്ടോ ഇല്ലെന്നും എനിക്കറിയത്തില്ല. അത് BJPയുടെ നേതാക്കന്മാരോട് ചോദിക്കുക, എന്നോട് ചോദിച്ചിട്ട് കാര്യമാണ്. എനിക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഏറ്റെടുക്കുന്നില്ല സ്ഥാനാർത്ഥി, കരുതലോടെയുള്ള ഒരു പ്രതികരണം എന്ന് വേണം മനസ്സിലാക്കാൻ. വിനീത, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പത്തനംതിട്ടയിലെ 2 മണ്ഡലങ്ങളെ പറ്റിയാണ് ഈ ഡീൽ ആരോപണം ഉന്നയിച്ചത്. ഒന്ന് കോന്നിയും റാന്നിയും. കോന്നിയിൽ അത് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. റാന്നി ഘടകകക്ഷിയായിട്ടുള്ള 2020-ക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. കോന്നിയിലാണെങ്കിൽ BDJS-നുമാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ 2 ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയത് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. കോന്നിയിലെ UDF സ്ഥാനാർത്ഥിയാണ് സതീഷ് കൊച്ചുപറമ്പിൽ. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നാം ഇപ്പോൾ കേട്ടത്. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം പ്രകാരം അങ്ങനെ ഒരു ഡീൽ കോന്നിയിലുണ്ടോ എന്നായിരുന്നു കോന്നിയിലെ UDF സ്ഥാനാർത്ഥിയോട് നാം ചോദിച്ചത്. അതിനുള്ള മറുപടി, അത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഡീൽ ഉണ്ടെങ്കിൽ അത് BJP നേതൃത്വത്തോട് ചോദിക്കൂ എന്ന മറുപടിയാണ് നൽകിയത്. ഫലത്തിൽ UDF സ്ഥാനാർത്ഥി തന്നെ CPM BJP ഡീൽ എന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ ഡീൽ ഉണ്ട് എന്നും പറയുന്നു. UDF സ്ഥാനാർത്ഥി പറയുന്നത് അങ്ങനെ ഒരു ഡീലിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രനാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചത്, കോന്നിയിൽ മത്സരിച്ചത്. അദ്ദേഹം അവിടെ 32,811 വോട്ടുകൾ നേടി. 32,811 വോട്ട് എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഇക്കുറി അത് BDJS-ന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ എത്ര വോട്ട് നേടും എന്നുള്ളതാണ്. ആ വോട്ടുകൾ അത്രയും തന്നെ BJPക്ക് കിട്ടും. അതായത് K സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ കിട്ടിയ 32,811 വോട്ട് ഇക്കുറി BDJS സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ, TP സുന്ദരേശൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടുമോ എന്നുള്ളതാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വോട്ട് ശതമാനമൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ആരോപണങ്ങളിൽ എത്ര കഴമ്പുണ്ടെന്ന് വ്യക്തമാകും. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ഡീൽ ആരോപണം കൊഴുപ്പിക്കുക തന്നെയാണ് മുന്നണികൾ. വരും ദിവസങ്ങളിലും ചർച്ചയാകും. വിവിധ മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങളിൽ എന്നാണ്, 10-ലധികം മണ്ഡലങ്ങളിൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമ്മൾ മുഖ്യമന്ത്രിയുടെയും ഒപ്പം BJPയുടെയും ഒക്കെ പ്രതികരണം കേട്ടുകഴിഞ്ഞു. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം.